നമസ്കാരം. വൃശ്ചികൻ രാശി വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ 1201 ആണ്ട് പുതുവർഷ ഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശാഖ നക്ഷത്രം അസുരഗണത്തിൽപ്പെടുന്നു. നക്ഷത്രാധിപൻ വ്യാഴമാണ്. അനിഴം നക്ഷത്രം ദേവഗണത്തിൽപ്പെടുന്നു. നക്ഷത്രാധിപൻ ശനിയാണ്. തൃക്കേട്ട നക്ഷത്രം അസുരഗണത്തിൽപ്പെടുന്നു. നക്ഷത്രാധിപൻ ബുധനാണ്. ഇനി ഗ്രഹങ്ങളുടെ സ്ഥിതി പറയാം. വ്യാഴം വർഷത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളുടെ 8ാം ഭാവത്തിലാണ്. ഒക്ടോബർ 18 വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ 9ാം ഭാവം പറഞ്ഞ ഭാഗ്യസ്ഥാനത്തേക്ക് മാറും. ശനി നിങ്ങളുടെ 5ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശനിദോഷമില്ല. രാഹു നിങ്ങളുടെ 4ാം ഭാവത്തിലും കേതു നിങ്ങളുടെ 10ാം ഭാവത്തിലുമാണ്. 1201 ആണ്ട് പുതുവർഷം നിങ്ങൾക്ക് ശനിദോഷമില്ലാത്തത് കൊണ്ട് തന്നെ തടസ്സങ്ങളെ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് വിജയിക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും. വ്യാഴം വർഷാരംഭത്തിൽ നിങ്ങളുടെ 8ാം ഭാവത്തിലാണ്. 8ലുള്ള വ്യാഴം ഒരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. വരുമാനവും ലാഭവും ഉണ്ടെങ്കിലും ചിലവ് വർദ്ധിക്കും. തീരുമാനമെടുക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധ വേണം. അതുപോലെ മറ്റുള്ളവർ കാരണം പ്രശ്നങ്ങൾ വരാതിരിക്കാനൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഒക്ടോബർ 18 വ്യാഴം നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് രാശി മാറും. 9ലുള്ള വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവും അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാക്കും. വിവാഹം നടക്കാനൊക്കെ അനുകൂലമാണ്. അതുപോലെ വീട് വയ്ക്കാൻ, വീട് മൂടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ്. തൊഴിൽപരമായിട്ട് പ്രമോഷൻ കിട്ടാൻ, അതുപോലെ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ, വിദേശ ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ്. പേര് പ്രശസ്തിയൊക്കെ വർദ്ധിക്കും. അംഗീകാരങ്ങൾ കിട്ടും. സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും. രാഹു കേതു നിങ്ങൾക്ക് ഒരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. നിങ്ങളുടെ രാശിയാധിപൻ ചൊവ്വയാണ്. അത് നിങ്ങൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന്, കൃഷിയിൽ നിന്നൊക്കെ ലാഭം കിട്ടും. ആത്മധൈര്യത്തോടെ മുന്നേറാനായിട്ട് സാധിക്കും. കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും. മറ്റെല്ലാ ഗ്രഹങ്ങളും കൂടുതലും പോസിറ്റീവ് ഫലമാണ് കിട്ടുക. ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാനൊക്കെ സാധിക്കും. അതുപോലെ സമ്പത്തും ഐശ്വര്യം ഉണ്ടാകും. ഇനി നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം ചെയ്യുന്നത് കൊണ്ട്, അതുപോലെ ഓം നമഃശിവായ ദിവസവും ചെല്ലുന്നത്, അതുപോലെ തന്നെ സർപ്പപ്രീതി വരുത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ദോഷം മാറി ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.